വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബസ്സിലായതുകൊണ്ട് ശബ്ദം ക്ലിയർ ആണോന്നറിയില്ല. നമ്മുടെ മനസ്സ് കുപ്പിക്കഷ്ണമല്ല. കുപ്പിക്കഷ്ണം അതുപോലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിത്തകർന്നാൽ കച്ചറയിൽ കൊണ്ടിടലാണ്. അത് പിന്നെ യോജിപ്പിക്കാൻ അല്പം പ്രയാസം ഉണ്ടാവും. ചെറിയ പൊട്ടൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് ഇതൊക്കെയാണ് യോജിക്കുക. പക്ഷെ നമ്മുടെ മനസ്സങ്ങനല്ല. അത് പളുങ്കാണ്, നല്ല പളുങ്ക്, ഗോൾഡൻ രത്നം. അള്ളാഹു നമുക്ക് സമ്മാനിച്ച വലിയ സമ്പാദ്യം മനസ്സാണ്. തകർന്നു പോയാൽ തകർന്നല്ലോ എന്ന് കരുതിയിരിക്കുകയല്ല വേണ്ടത്. ആ തകർച്ച കൂടുതൽ അത് യോജിപ്പിക്കാനും പൊട്ടിയതൊക്കെ യോജിപ്പിച്ച് ഒന്നുകൂടി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ കഴിയണം. നല്ല ഫെവിക്കോളിനേക്കാൾ നല്ല പവറുള്ള പശ കൊണ്ട് നമ്മുടെ മനസ്സ് പൊട്ടിത്തകർന്ന മനസ്സിനെ യോജിപ്പിക്കണം. എന്നാൽ ആ കേടുപാടുകളൊക്കെ നീക്കണം. അതിന് പോസിറ്റീവ് എനർജിയാണ് വേണ്ടത്. ഞാൻ തകർന്നല്ലോ, ഞാൻ ആകെ ബേജാറായല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന ചിന്തയെ നമുക്ക് പാടില്ല. ആ തകർന്ന മനസ്സിനെ എന്തുകൊണ്ട് തകർന്നു എന്ന് ചിന്തിക്കാം. ഏറ്റവും നല്ല സുഹൃത്തുക്കളോട്, നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന സുഹൃത്തുക്കളോട് വിഷയങ്ങൾ പറയാം. ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. രഹസ്യമായ പ്രശ്നമാണെങ്കിലും സീക്രട്ടായ പ്രശ്നമാണെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട്, അവൻ നമ്മെ ചതിക്കില്ല എന്ന് കരുതുന്ന നല്ല സുഹൃത്തുക്കളോട് നമ്മുടെ ആശയം പങ്കുവെക്കുക. ഇങ്ങനെ സംഭവിച്ചു, എന്നിട്ട് അവനിൽ നിന്നിട്ടുന്ന പോസിറ്റീവ് എനർജി ഉണ്ടാകുക. കിടക്കുന്നത് ഒഴിവാക്കുക, ഉടനെ എഴുന്നേറ്റിരിക്കുക, എന്നിട്ട് പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ നടക്കുക. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഇങ്ങനെ മനസ്സിനെ തട്ടിച്ചെല്ല. വലത്തെ കൈ ഹാർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 17 പ്രാവശ്യം ചൊല്ലി ഊതുക, മന്ത്രിക്കുക. എന്നിട്ട് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. ചിരിക്കാനും നല്ല സംസാരങ്ങളൊക്കെ ഉള്ള ആളുകളുടെ അടുത്ത് പോവുക. ചിരിക്കാനുള്ള എന്തെങ്കിലും, മനസ്സിന് ചിരി വരുന്ന എന്തെങ്കിലും വേണമെങ്കിൽ കാണുക. വല്ലാതെ തകർന്നു പോയവരുടെ പറയണത്, വല്ലാതെ മോശമല്ലാത്ത കോമഡികളോ മറ്റോ കാണുക. എന്നിട്ട് നമ്മുടെ മനസ്സിന് ആ വന്ന തകർന്നു പോയ മനസ്സുകളൊക്കെ ഓരോന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്തായാലും ഒരിക്കൽ എനിക്ക് നല്ലൊരു അവസ്ഥ ഉണ്ടാകും, ഇതൊക്കെ താൽക്കാലികമാണെന്ന് ചിന്തിക്കുക. ജീവിതം തന്നെ താൽക്കാലികമാണ്, പിന്നെ പ്രശ്നങ്ങളും താൽക്കാലികമാവുമല്ലോ. ജീവിതം താൽക്കാലികമാണ്. ലൈഫ് ഈസ് മോർട്ടൽ ബട്ട് ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടൽ. മരണത്തിന് ശേഷമാണ് നമ്മുടെ ജീവിതം എന്നേക്കുണ്ടാവുക. ഇപ്പോൾ ഉള്ള ജീവിതം താൽക്കാലികമാണ് എന്ന ഉറച്ച വിശ്വാസം നിലനിൽക്കുക. വരുന്നോടത്ത് വരട്ടെ എന്ന ഒരു കട്ടൻട്രി മനസ്സിന് കൊടുക്കുക. നമുക്ക് വേദന തരുന്ന ഫോണുകളൊക്കെ തൽക്കാലം ഒഴിവാക്കുക. എന്നിട്ട് നമ്മളൊന്ന് ഉണരുക. കടന്ന് ചിന്തിക്കുന്നത് മാറിയിട്ട് ഉറക്കം വരുമ്പോൾ മാത്രം ബെഡിലേക്ക് പോവുക. അതുവരെ ഇങ്ങനെ ഉലാത്തി നടന്ന് സംസാരിച്ച് നല്ല നല്ല കൂട്ടുകാരോടൊക്കെ കുറേ സംസാരിച്ച് കുറേ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പലവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി ജീവിതം ഒരു കയറിൻ തുമ്പിൽ മാത്രം എന്നുറച്ചു നിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 4 സ്റ്റേജും 5 സ്റ്റേജും കഴിഞ്ഞ ക്യാൻസർ മാറിയവർ, പോസിറ്റീവ് എനർജി കൊണ്ട് ക്യാൻസർ മാറി പുതുതായി ജീവിതത്തിലേക്ക് കടന്നു വന്നവർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. കണ്ണില്ലാത്തവർ എത്രയോ കാലം സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. സംസാരിക്കാൻ കഴിവില്ലാത്തവർ എത്രയോ കാലമായി ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ഹാപ്പിയാണ്. കയ്യിനും കാലിനും ഹാൻഡിക്കപ്പേഡായ ആളുകളൊക്കെ ജീവിക്കുന്നുണ്ട്. അതൊക്കെ കൊള്ള നോക്കുമ്പോൾ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണെന്ന് ചിന്തിക്കാൻ കഴിയണം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. സാരമില്ല, എല്ലാം ശരിയാകും. ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് എൻ്റെ കൂടെ ഉണ്ട്. സാരമില്ല, തെറ്റുകളൊക്കെ സ്വാഭാവികമാണ്.
തെറ്റുകൾ, ഇൻസാൻ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ വരും. അതിനാണല്ലോ തൗബ. തൗബ എന്ന ചാവി എടുത്തിട്ട് തെറ്റുകളെ കംപ്ലീറ്റ് മാറ്റി പുതിയ റൂം ഉണ്ടാക്കണം, പുതിയ ലോകം ഉണ്ടാക്കണം, പുതിയ ചിന്താഗതി ഉണ്ടാക്കണം. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമുക്ക് വിജയം. വിജയിക്കും നമ്മൾ, ഉറപ്പാണ്, സംശയമൊന്നുമില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ല എന്ന് ഞാനും പറഞ്ഞില്ല. ആശ മുറിയരുത്, വിജയിക്കും. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എങ്ങനെയാണ് എൻ്റെ കടം വീട്ടാൻ കഴിയാന്ന് വല്ലാതെ വിഷമിക്കുന്നവരുണ്ടാവും. മറ്റുള്ളവരുടെ കടങ്ങൾ വീടാൻ വേണ്ടി ദ്വരക്കുമ്പോൾ അള്ളാഹു നിൻ്റെ കടങ്ങൾ വീടും. എനിക്ക് അനുഭവമുണ്ട്. വലിയ കടം, ദിർഹം കടം വന്നിട്ട് ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഒരുപാട് കടമുണ്ട്, അപ്പം എൻ്റെ കടം വീടാൻ നീ ദ്വരുന്നു, അള്ളാഹു എൻ്റെ കടം വീട്ടിൽ തരും. ഞാൻ അവിടെ നിന്ന് ഉസ്താദിൻ്റെ കടം വീടാൻ ദ്വാരക്കാൻ തുടങ്ങി. പെട്ടെന്ന് യാദൃശികമായി മലേഷ്യയിലേക്കും സിംഗപ്പൂരും ബ്രൂണൈ, ഇന്തോനേഷ്യ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പോകേണ്ടി വന്നു. എന്തോ അത്ഭുതകരമായ നിലയിൽ അല്ലാഹു തആല വലിയൊരു വഴി തുറന്നു വന്നു. എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. പരിഹാരമില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. അത് മനസ്സിലാക്കിയിട്ട് നല്ല പോസിറ്റീവ് എനർജിയോടുകൂടെ നെഗറ്റീവുകളൊക്കെ എടുത്ത്